ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമെയിൽ ഐ ഡിയിൽ ഒന്നിൽ കൂടുതൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ഒരു ചാനലുണ്ട്, ആ സെയിം ഇമെയിൽ ഐ ഡിയിൽ തന്നെ വേറൊരു ചാനൽ കൂടെ ഉണ്ടാക്കണം. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അതിന് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏത് ഇമെയിൽ ഐ ഡി ആണോ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് അത് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതിൽ നിങ്ങളുടെ മുകളിൽ കാണുന്ന നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് താഴെ വന്ന് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആഡ് ഓർ മാനേജ് യുവർ ചാനൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് എ ചാനൽ എന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പുതിയ ചാനലിന് എന്താണോ പേര് വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ SM എന്ന് ടൈപ്പ് ചെയ്ത് ഷോർട്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം താഴെ കാണുന്ന ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ക്രിയേറ്റിംഗ് ന്യൂ ഗൂഗിൾ അക്കൗണ്ട് വിത്ത് ഇറ്റ്സ് ഓൺ സെറ്റിംഗ്സ് ഇൻക്ലൂഡിംഗ് യൂട്യൂബ് സെർച്ച് ആൻഡ് വാച്ച് ഹിസ്റ്ററി. ക്രിയേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചാനലിന് ലോഗോ, അതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷന് എന്നിവയെല്ലാം കൊടുക്കണം. നമ്മുടെ പഴയ ചാനൽ ഓൾറെഡി ഡിസ്ക്രിപ്ഷനും ലോഗോയും ഉണ്ട്. ഇനി പുതിയ ചാനലിന് ലോഗോ കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ നമ്മുടെ പഴയ ചാനൽ എടുത്തതിന് ശേഷം, അതായത് ഈ രണ്ട് ചാനലും തമ്മിൽ സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വന്നതിന് ശേഷം സ്വിച്ച് അക്കൗണ്ട് എന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്ത്, ഇത് നമ്മുടെ പഴയ ചാനലാണ്, ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്ന് യുവർ ചാനൽ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നമ്മുടെ പഴയ ചാനൽ ആയിക്കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ലോഗോ എന്നിവയെല്ലാം ഉണ്ട്, അതേപോലെ ഡീറ്റെയിൽസ്, എബൌട്ടിലെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമ്മുടെ പുതിയ ചാനലിലേക്ക് തന്നെ പോകുന്നു. ഇവിടെ വന്ന് സ്വിച്ച് അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്ത് പുതുതായി ക്രിയേറ്റ് ചെയ്ത ചാനൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം യുവർ ചാനൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ചാനൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ലോഗോ എന്നിവ കൊടുക്കണം. ഞാൻ കസ്റ്റമൈസ് ചാനൽ എന്നത് ക്ലിക്ക് ചെയ്ത് ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലേഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ എന്നിവയെല്ലാം. ഞാനിവിടെ ബ്രാൻഡിങ്ങിൽ വരുന്നു. ഇത് ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ്സ് റെക്കമെൻഡഡ് ടു യൂസ് എ പിക്ചർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 98 by 98 പിക്സൽസ് ആൻഡ് 4 MB ഓർ ലെസ്. 4 MBയോ അതിൽ താഴെയോ ആയിരിക്കണം. മിനിമം പിക്സൽ 98 by 98 ആയിരിക്കണം. ഞാൻ അപ്ലോഡ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോഗോ. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ കാണിക്കും. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ക്ലിയർ ആണ്. ഞാനത് ഡണ്ണ് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ബാനർ ഇമേജ്, ഞാനിപ്പോൾ ബാനർ ഇമേജ് കൊടുക്കുന്നില്ല, അതും ഇതുപോലെ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ വാട്ടർമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ചാനലിൻ്റെ ലോഗോ വന്നു കഴിഞ്ഞു. ഇനി വ്യൂ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഇവിടെയും ഓൾറെഡി ലോഗോ വന്നു കഴിഞ്ഞു. ഇനി ഈ ചാനൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് ചാനലും തമ്മിൽ സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സ്വിച്ച് അക്കൗണ്ട്, ഇതാ പഴയ ചാനൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം യുവർ ചാനൽ എടുക്കുന്നു. പഴയ ചാനൽ എത്തിക്കഴിഞ്ഞു. ഇനി പുതുതായി ക്രിയേറ്റ് ചെയ്ത ചാനലിലേക്ക് അതേപോലെ തന്നെ സ്വിച്ച് അക്കൗണ്ട്,
ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വന്ന് യുവർ ചാനൽ എടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ, അതായത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അപ്ലോഡ് വീഡിയോ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യമായ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.